എല്ലാവർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ കഥയും ഒക്കെ ആയിട്ടാണ്. നമുക്ക് നേരെ ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സരസ്വതി അമ്മയും ശീതളും കൂടി സച്ചിന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയ പാടെ തന്നെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മയാണെങ്കിലോ, എന്റെ ശീതളെ ഇത്രയും വലിയൊരു വീട് ഉപേക്ഷിച്ചിട്ടാണോ നീ സുമിത്രയോടൊപ്പം വന്ന് താമസിക്കുന്നത്? എന്റെ പൊന്നു മോളെ, ബുദ്ധിയുള്ള വല്ലവരും ചെയ്യുന്ന പണിയാണോ? ഇനി ഒരു കാര്യം ചെയ്യും, മോളുടെ കൂടെ അച്ചമ്മയും ഇവിടെ നിൽക്കാം, നമുക്കങ്ങനെ ലാവിഷായിട്ട് കഴിയാന്നും പറഞ്ഞ് വലിയ കാര്യത്തിന് കൊച്ചുമകളെയും വിളിച്ച് സരസ്വതി അങ്ങോട്ട് ചെന്നു. ബെല്ലടിച്ചതും നമ്മുടെ സച്ചിനാണെങ്കിൽ വന്ന് വാതിൽ തുറന്നപ്പോൾ സച്ചിനെ കണ്ട് നമ്മുടെ ശീതളിന് ചെറിയൊരു ഭയവും ഒക്കെ ഉണ്ട്. എന്നാലും സരസ്വതി അമ്മ നല്ല രീതിയിൽ തന്നെ സച്ചിനോട് പറയാണ്, എടാ സച്ചിനെ, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാണ്. നിന്റെ ഭാര്യ വന്നിട്ട് നിനക്ക് എന്താണോ ഒരു സന്തോഷമൊന്നും ഇല്ലാത്തത്? അപ്പം സച്ചിൻ ശീതളിനോട് ചോദിക്കുകയാണ്, നിന്റെ ദേഷ്യമൊക്കെ മാറിയോ? നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നോടൊപ്പം തന്നെ നിൽക്കാനായിട്ട്? എന്നിട്ട് നീ അതൊന്നും കേൾക്കാതെ നിന്റെ അമ്മയാണ് വലുതെന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങി പോയതല്ലേ എന്ന് ചോദിക്കുമ്പം, അതെ, ഞാൻ ഇവിടെ കയറുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. സച്ചിന്റെ പഴയ സ്വഭാവമൊക്കെ വെച്ചിട്ടാണ് എങ്കിൽ എപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഈ സ്വഭാവമൊക്കെ മാറ്റണം. ഇനി തുടർന്ന് നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അതാണ് ഇനി നീ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സച്ചിനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പൊ സച്ചിന് നമ്മുടെ സരസ്വതി അമ്മ വന്നത് അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ല. സരസ്വതി അമ്മയോട് ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾ 2 ദിവസം നിന്നിട്ട് പോവാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല മോനെ, ഇനി എന്തായാലും ശീതളിന്റെ കൂടെ ഈ അച്ചമ്മ ഉണ്ടാവും നിങ്ങൾക്കൊരു സഹായത്തിന്. അതെ, ഇവിടെ അങ്ങനെ സഹായത്തിനൊന്നും ആളെയൊന്നും വേണ്ട. എനിക്കും എൻ്റെ ശീതളിന് ജീവിക്കാനുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ മെനക്കേട ഉണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് സരസ്വതി അമ്മയെ പറഞ്ഞയക്കാൻ തുടങ്ങി. അങ്ങനെതാ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് രഞ്ജിതയാണ്. രഞ്ജിത പങ്കജിനെ വിളിച്ചു, മോനെ, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ദേ, ഇനി പൂജയുടെ പിറന്നാളിന് അധിക ദിവസമൊന്നും ഇല്ല, അതിനു മുന്നേ തന്നെ അവളെ നിന്നോട് ചേർത്ത് പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ നീ അവളോട് പെരുമാറണമെന്നൊക്കെ പറയാണ്. മമ്മി, ആ കാര്യം ഇനി മമ്മി പ്രത്യേകം എന്നോട് പറയുമൊന്നും വേണ്ട. അവൾക്കാണെങ്കിൽ ഇപ്പൊ എന്നോട് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. അവളുടെ സംസാരത്തിൽ നിന്നും മമ്മിക്ക് അത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അവളുടെ പിറന്നാള് ആ ദിവസത്തിന് മുന്നേ തന്നെ നീയും അവളും തമ്മിലുള്ള വിവാഹം അത് നടത്തിയെടുക്കണം. അത് നടന്നില്ലെങ്കിൽ അറിയാലോ, നമ്മൾ ഇതുവരെ കൈയടക്കി പിടിച്ചിരിക്കുന്ന രോഹിതേട്ടന്റെ സകല സ്വത്തുക്കളും അത് മുഴുവനും തിരികെ പൂജയ്ക്ക് തന്നെ ചെന്ന് ചേരും. അപ്പം ഇതൊക്കെ കേട്ടതും പങ്കജ് പറയാണ്, മമ്മി ഒന്നുകൊണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ദേ, മമ്മിക്ക് വേണ്ടിയിട്ട് ഈ മോനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പൂജയുടെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധിക താമസമൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഇവനിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ രഞ്ജിതയാണെങ്കിലോ, ഇനി എത്രയും പെട്ടെന്ന് തന്നെ പ്രതീഷിനെ പോയി കാണണം. പ്രതീഷിനോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജയിലിൽ നിന്നും ഇറങ്ങി വരുന്ന പ്രതീഷ് ഉണ്ടല്ലോ, സുമിത്രയുമായിട്ട് വഴക്കുണ്ടാക്കണം. ആ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ പൂജയാണെങ്കിൽ ഇപ്പം നമ്മുടെ ട്രാക്കിലായത് കൊണ്ട് തന്നെ നമുക്ക് മറ്റൊന്നും തന്നെ പേടിക്കാനില്ല. ആ സുമിത്ര, അവള് നരകിക്കണം, അവള് നരകിച്ച് തീരണം, അതാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പങ്കജാണെങ്കിൽ പറയുന്നുണ്ട്, മമ്മി എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ മമ്മിയുടെ കൂടെ എന്ത് കാര്യത്തിനും ഞാൻ ഉണ്ടാകുമെന്നും പറഞ്ഞ് രഞ്ജിതയ്ക്ക് വാക്ക് കൊടുത്തു. പിന്നീടാണെങ്കിലോ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്. തൻ്റെ മകളാണെങ്കിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയിരിക്കുന്നു. അപ്പം ആ സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സുമിത്രയുടെ അടുത്തേക്ക് പൂജ വരികയാണ്. പൂജ വന്നതും, എന്താ അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ദേ, ശീതള ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ അച്ചമ്മയും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ അച്ചമ്മയുടെ കണ്ണ് വെട്ടിച്ച് സച്ചിൻ ചേട്ടന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് അറിയാലോ, സച്ചിൻ ചേട്ടൻ ഇതിനു മുന്നേ എന്തൊക്കെ ഉടായ്പകൾ ഇറക്കിയിട്ടുണ്ടോ അത് മുഴുവനും നമ്മുടെ അച്ചമ്മ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേ, അമ്മ ഒന്നുകൊണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ശീതള ചേച്ചി അമ്മയെ വിളിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവളെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിലോ, തനിക്ക് വർഷങ്ങളായിട്ട് തൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ മോളെ, അമ്മയുടെ ജീവിതം ഇങ്ങനെയൊക്കെ അനുഭവിച്ച് തീരാനാണെന്നാ തോന്നുന്നതെന്നും പറഞ്ഞ് സങ്കടപ്പെടുമ്പോഴത്തേക്കിനും പൂജ
പൂജയാണെങ്കിലോ അമ്മ ഒന്നുകൊണ്ടും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ. അപ്പം പൂജയ്ക്ക് അറിഞ്ഞ സത്യങ്ങൾ മുഴുവനും സുമിത്രയോട് പറയണമെന്നുണ്ട്. പക്ഷെ തൻ്റെ അമ്മ ഇപ്പൊ തന്നെ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇനി പ്രതീക്ഷ ജയിലിലാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സുമിത്രയ്ക്ക് താങ്ങാവുന്നതിലും അധികമായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഇവളാണെങ്കിലോ ഒന്നും തന്നെ മിണ്ടുന്നേ ഇല്ല. അപ്പൊ പൂജ അകത്തോട്ട് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ അനിരുദ്ധിനെ കാണും. അനിരുദ്ധാണെങ്കിലോ പൂജയെ വിളിക്കുന്നുണ്ട്. മോളെ പൂജ, വർക്കിന്ന് നേരത്തെ കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പം ആ കഴിഞ്ഞു ഏട്ടാ. എന്താ നിനക്ക് എന്തോ ഒരു ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അനി നമ്മുടെ പൂജയോട് സംസാരിക്കാൻ ചെല്ലുമ്പം ഇവിടെ കാണുന്നതും നടക്കുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ഏട്ടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ ശീതള ചേച്ചി അമ്മയെ ഇട്ടിട്ട് പോയി. അതുപോലെ തന്നെ ഇനി പലരും അമ്മയെ ഉപേക്ഷിച്ച് പോവും. എന്നാലും ഞാൻ മാത്രം അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് എൻ്റെ അമ്മ വേണമെന്നും പറഞ്ഞ് നമ്മുടെ പൂജ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് അനിരുദ്ധ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. പക്ഷേ അവളാണെങ്കിലും അനിരുദ്ധിനോടുള്ള ദേഷ്യം അത് മനസ്സിൽ വെച്ച് പെരുമാറുകയാണ്. അതൊന്നും പക്ഷെ പുറമെ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പൂജ അവിടുന്ന് പോയി. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ്. അപ്പൊ ദാ നമ്മുടെ ശീതള വീട്ടിൽ വന്ന പാടെ തന്നെ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യുകയാണ്. സച്ചിനാണെങ്കിലോ ആ വീട് നാശകോശമാക്കി ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ ശീതളിന് ശരിക്ക് വന്നാൽ ആ വീട്ടിൽ നല്ല ഒന്നാന്തരം പണിയുണ്ട്. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണെങ്കിലോ സച്ചിനോട് സംസാരിച്ചിരിക്കുക. അപ്പൊ സരസ്വതി അമ്മയ്ക്ക് പിടികിട്ടി താൻ ഇവിടെ വന്ന് നിൽക്കുന്നതും ഇവനത്ര വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം. പക്ഷെ ഇതൊന്നും അവനോട് കാണിക്കാൻ പറ്റില്ലല്ലോ. ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ വെച്ച് സരസ്വതി അമ്മ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം സരസ്വതി അമ്മയോട് നമ്മുടെ സച്ചിൻ ചോദിക്കുന്നുണ്ട്, അതെ ഇനി എത്ര കാലം ഇവിടെ താമസിക്കാനാണ് വല്യമ്മയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചതും എന്താ സച്ചിനെ നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? സച്ചിനെ ഞാൻ നിനക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ നീ പെട്ടെന്ന് മറന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഉപകാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ സച്ചിൻ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എന്തുപകാരം ചെയ്തു എന്നാ ഈ പറയുന്നത്? എടാ ഞാനേ ശീതള് മാർക്കറ്റിൽ പോയ വിവരം ഞാനാണല്ലോ നിന്നെ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ടല്ലേ നീ അവിടെ തക്ക സമയത്ത് എത്തിയതും ശീതളിനെയും സ്വരമോളെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരാനൊക്കെ സാധിച്ചതും. അപ്പം അതിന് ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലേ? അത് മാത്രോ? സുമിത്ര വീട്ടിലില്ലാത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടാണല്ലോ നീ വീട്ടിൽ വന്നത്. അതെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത് വലിയ സഹായമായിട്ടൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. സത്യം പറയും, നിങ്ങൾക്ക് സുമിത്ര ആന്റിയോടുള്ള ദേഷ്യമല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ തീർക്കുന്നത്? എനിക്കിതൊക്കെ മനസ്സിലായി എന്നും പറഞ്ഞ് സച്ചിൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സരസ്വതി അമ്മയാണെങ്കിലോ ആകെ കിണ്ണത്തിപ്പെട്ട അവസ്ഥയായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവനാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സൈക്കോയും കൂടിയാണ്. അതെ ഇനി അധിക ദിവസം ഇവിടെ നിൽക്കാന്നൊന്നും വിചാരിക്കണ്ട. കൊച്ചുമോളുടെ കൂടെ 1-2 ദിവസം ചെലവഴിച്ചിട്ട് സ്ഥലം വിട്ടോണോന്ന് പറയാണ്. ഇത് കേട്ട് സരസ്വതി ആണെങ്കിലോ എൻ്റെ പൊന്നു മോനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എങ്ങോട്ട് പോവാനാണ്? നിനക്കറിയാലോ ശീതള സുമിത്രയോട് ഉടക്കിയാണ് ഇങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയിപ്പം അങ്ങോട്ട് തിരിച്ചു പോകാനും പറ്റില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ശല്യം ഉണ്ടാക്കാതെ നിന്നോളാന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് സച്ചിൻ്റെ തനി സ്വഭാവം നമ്മുടെ സരസ്വതി അമ്മയ്ക്ക് പിടികിട്ടുന്നത്. അതെ അതും ഇതും പറഞ്ഞ് ഈ വീട്ടിൽ പറ്റി കൂടാന്നെങ്ങാനും വിചാരിച്ചു കഴിഞ്ഞാല് നിങ്ങളെ ഞാൻ തട്ടുമെന്നും പറഞ്ഞ് സരസ്വതി അമ്മയുടെ നേരെ ഒരു കത്തിയെടുത്ത് കാണിക്കുകയാണ്. ഇത് കണ്ട് സരസ്വതി അമ്മ ശരിക്കും പേടിച്ചു കേട്ടോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? മുഴുവട്ടന്റെ അടുത്താണല്ലോ ഭഗവാനെ താൻ വന്നു പെട്ടതെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ശീതളാണെങ്കിലോ അച്ചമ്മ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാനും ഇവിടെ നിൽക്കില്ല സച്ചിനെ. അച്ചമ്മ എന്നോടൊപ്പം ഈ വീട്ടിലുണ്ടാകണമെന്നും പറഞ്ഞ് അവളുടെ നിലപാട് അറിയിക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിൽ തന്റെ തീരുമാനം മാറ്റിയേ പറ്റുള്ളൂ. ശീതളിനെ കൂടെ നിർത്തണമല്ലോ. കൂടെ നിർത്തി ഇങ്ങനെ ദ്രോഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ സച്ചിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയൊരു വിനോദം. അപ്പം അത്തരത്തിലുള്ള ഒരു വിശേഷമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്